കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട കേസിൽ ലോൺ ആപ്പ് നടത്തിപ്പുകാർ പിടിയിലായി. നോയിഡയിൽ നിന്നാണ് കണ്ണൂർ സിറ്റി സൈബർ പോലീസ് 3 പ്രതികളെ പിടികൂടിയത്. അതിനിടെ നിതിൻ രാജ് മരിക്കുന്നതിന് തൊട്ടു മുൻപ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ ഡോക്ടർ റാമിനൊപ്പം ആരോപണ വിധേയനായ മറ്റൊരു അധ്യാപകൻ കൂടി ഇന്ന് രാജിവെച്ചു. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് BDS വിദ്യാർത്ഥി നിതിൻ രാജിനെ ഭീഷണിപ്പെടുത്തിയ ലോൺ ആപ്പ് നടത്തിപ്പുകാരെ നോയിഡയിൽ നിന്നാണ് കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് പിടികൂടിയത്. ഈ വർഷം ജനുവരിയിൽ വായ്പയെടുത്ത 15,000 രൂപ തിരിച്ചടക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഇൻസ്റ്റന്റ് ഫണ്ട്സ് എന്ന ലോൺ ആപ്പ് നിതിനെ ഭീഷണിപ്പെടുത്തിയത്. ഉത്തർപ്രദേശ് ഗാസിയാബാദ് സ്വദേശി ഋഷികേഷ് തിവാരി, പ്രശാന്ത് ഗേവൽ, ഹരിയാന ഫരീദാബാദ് സ്വദേശി പ്രകാശ് ജയ് എന്നിവരാണ് പിടിയിലായത്. കണ്ണൂർ സിറ്റി സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ SI മിഥുൻ SV നേതൃത്വത്തിൽ CPOമാരായ സുനിൽ K, ദിജിൻ രാജ് PK എന്നിവരാണ് സാഹസികമായി നോയിഡയിൽ നിന്ന് പ്രതികളെ പിടികൂടിയത്. നിതിനെ വിളിച്ച നമ്പറുകളെല്ലാം സ്വിച്ച് ഓഫ് ആയെങ്കിലും സജീവമായ ഒരു നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ വലയിലായത്. ഒരു IT പാർക്കിന് സമാനമായി 40ഓളം ജീവനക്കാരാണ് സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നത്. സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് മാതൃകയിൽ ഫോണിന് പകരം സിം ബോക്സുകളാണ് ഇവിടെ ഉപയോഗിച്ചിരുന്നത്. ഒരേ സമയം 30 സിം കാർഡുകൾ വരെ ഉപയോഗിക്കാൻ സാധിക്കുന്നവയായിരുന്നു ഇവ. സിം ബോക്സുകളും സിം കാർഡുകളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അതിനിടെ നിതിൻ രാജ് മരിക്കുന്നതിന് മുൻപുള്ള CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് നിതിൻ രാജിനെ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് വിളിച്ചപ്പോഴുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിൽക്കുമ്പോഴും നിതിൻ രാജിന് ലോൺ ആപ്പിൽ നിന്ന് വിളി വരുന്നതും ദൃശ്യങ്ങളിലുണ്ട്. നിതിൻ ജീവനൊടുക്കിയതിന് പിന്നാലെ ആരംഭിച്ച വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ ഭാഗമായി ഡെന്റൽ കോളേജിലെ ഒരു അധ്യാപകൻ കൂടി രാജിവെച്ചു. ഓർത്തഡോന്റിക്സ് വകുപ്പ് മേധാവി ഡോക്ടർ ഹാഷിം അലിയാണ് രാജിവെച്ചത്. ഹാഷിമിനെതിരെ വ്യാപക പരാതി ഉയർന്ന സാഹചര്യത്തിലാണ് രാജി. വിഷയത്തിൽ ആരോപണ വിധേയരായ കൂടുതൽ പേർ രാജിക്കൊരുങ്ങുന്നതായും വിവരമുണ്ട്. ഓർത്തഡോന്റിക്സ് വിഭാഗത്തിലെ അധ്യാപകർ ഉൾപ്പെടെ 7 പേർ രാജിക്കത്ത് നൽകിയെങ്കിലും സ്വീകരിക്കാൻ മാനേജ്മെന്റ് തയ്യാറായിട്ടില്ല. ന്യൂസ് മലയാളം, കണ്ണൂർ.